സുസ്ഥിര വികസനം ലക്ഷ്യമാക്കി മാതാ അമൃതാനന്ദമയി ദേവി വിഭാവനം ചെയ്ത പദ്ധതിയിലൂടെ ഗവേഷണ ബിരുദം നേടി 9 രാജ്യങ്ങളിൽ നിന്നുള്ള 23 പേർ. കൊല്ലം അമൃതപുരി ക്യാമ്പസിൽ ബിരുദദാന ചടങ്ങുകൾ ഇന്ന് നടക്കും. അമൃത വിശ്വവിദ്യാപീഠം E4 ലൈഫ് PhD പ്രോഗ്രാമിലൂടെ തങ്ങൾക്ക് കിട്ടിയ അനുഭവം ജനം ടിവിയോട് പങ്കുവെച്ച ഗവേഷണ ബിരുദത്തിന് അർഹരായ വിദ്യാർത്ഥികൾ. ഗ്രാമീണ വികസനവും സമൂഹ നന്മയും ലക്ഷ്യമാക്കിയാണ് മാതാ അമൃതാനന്ദമയി ദേവി ഗവേഷണങ്ങൾ പ്രോത്സാഹിപ്പിക്കാൻ ഇത്തരമൊരു പദ്ധതി വിഭാവനം ചെയ്തത്. 2020 അമൃത സ്കൂൾ ഫോർ സസ്റ്റൈനബിൾ ഫ്യൂച്ചേഴ്സ് പദ്ധതി നടപ്പിലാക്കി. E4 ലൈഫ് PhD പ്രോഗ്രാമിലൂടെ ഗവേഷണ വിദ്യാർത്ഥികൾക്ക് വേണ്ട എല്ലാ സാമ്പത്തിക സഹായവും സഹകരണവും നൽകി. ഗ്രാമീണ മേഖലകളിൽ പോയി അവിടെയുള്ള പ്രശ്നങ്ങൾ മനസ്സിലാക്കി അതിന് പരിഹാരമാർഗങ്ങൾ കണ്ടെത്തിയ 23 പേരാണ് ഇന്ന് ഗവേഷണ ബിരുദം ഏറ്റുവാങ്ങുന്നത്. വിദ്യാഭ്യാസം ജീവിതത്തിന് എന്ന മാതാ അമൃതാനന്ദമയി ദേവിയുടെ ആശയമാണ് ഈ പദ്ധതിയിലൂടെ നടപ്പിലാകുന്നതെന്ന് അമൃത വിശ്വവിദ്യാപീഠം പ്രൊവോസ്റ്റ് ഡോക്ടർ മനീഷ വി രമേശ് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. PhD പ്രോഗ്രാം ആവണം എന്ന് നമ്മ പറഞ്ഞ സമയത്ത് ശരിക്കും പറഞ്ഞാൽ ഏറ്റവും വലിയ ബുദ്ധിമുട്ട് നമുക്കായിരുന്നു. കാരണം അധ്യാപകർക്ക് ഇതെങ്ങനെ നടപ്പിലാക്കി എടുക്കണമെന്ന് പഠിക്കണം, ഏത് രീതിയിൽ ചെയ്യണം. പിന്നെ രണ്ടാമത് സാധാരണ PhDക്ക് നമുക്ക് റിസർച്ച് ഔട്ട്കം മാത്രം മതി, കുറെ പബ്ലിക്കേഷൻസ് നമ്മൾ അത് എഴുതിയാൽ മതി. പക്ഷെ അത് പോരാ, സൊസൈറ്റൽ ഔട്ട്കം കൂടെ ഉണ്ടെങ്കിൽ മാത്രമേ PhD കിട്ടുള്ളൂ എന്നതായി മാറി. അപ്പം റിസർച്ചും സൊസൈറ്റിയിലും കൂടെ ഒന്നിച്ച് വരുമ്പോഴാണ് അവർക്ക് ഇങ്ങനെ ഒരു ഇത് ലോകത്ത് ആരും ചെയ്ത് നോക്കിയിട്ടില്ല. അമൃതയാണ് ആദ്യമായിട്ട് ഈ ഒരു തരത്തിൽ കൊണ്ടുവരുന്നത്. ഇതിലൂടെ നമുക്ക് എന്താ പറ്റുന്ന വെച്ചാൽ ഭാവിയിലേക്കുള്ള സ്റ്റുഡന്റ് കമ്മ്യൂണിറ്റിയെ നമ്മള് സമൂഹത്തിന്റെ പ്രശ്നങ്ങളിൽ ഊന്നി ഒരു സയന്റിഫിക് ആയിട്ടുള്ള ഔട്ട്കമും അതിനോടൊപ്പം സൊസൈറ്റിയിലെ ഔട്ട്കമും കൂടെ കൊണ്ടുവരുന്ന രീതിയിൽ വളർത്തിയെടുക്കാൻ പറ്റും. ഇത് വലിയൊരു മാറ്റമാണ് നമ്മൾ കൊണ്ടുവരുന്നത്. ഗവേഷണ ബിരുദം ഏറ്റുവാങ്ങുന്ന 23 പേരിൽ 16 പേർ വിദേശ രാജ്യങ്ങളിൽ നിന്നുള്ളവരാണ്. ഇറാൻ പൗരനായ മൊയ്തബ ഗവേഷണ വിദ്യാർത്ഥിനിയായി ഇറങ്ങിച്ചെന്നത് മത്സ്യത്തൊഴിലാളികൾക്കിടയിലേക്ക്. So during my 5 years of PhD program here, I had the opportunity to live with fishermen and having in mind the vision of our beloved Amma at Amrita University, together with the fishermen themselves, we could come up with a solution to increase their income and resolve some of their problems. During this journey, I learned a lot from the community, the compassion that they have, the resilience that they had. So it helped me to grow inward also, as well as I could give to the community a little bit that I could. So overall, it was a great journey for me. I earned a lot and I tried to give to the community as well. നൈജീരിയയിൽ നിന്നെത്തിയ ഒക്ബോന അമരാച്ചിയും തന്റെ ഗ്രാമീണ അനുഭവങ്ങൾ ജനം ടിവിയോട് പങ്കുവച്ചു. My experience in the village, I would say it was an amazing opportunity because I got to learn from the people and the people got to learn from me as well. And the key thing that I really did in the community was to, see how the already existing poverty measures are excluding some of the realities in rural communities. And so through community engagement and participatory research, I got to understand the aspects of poverty that are often being masked in rural communities. The community is so helpful. We could interact and connect with each other. And people were so hospitable. They were interested in knowing what I was, doing in the community, and they were also interested in sharing their experience. So because of this synergy between me and the community, doing my work was pretty straightforward and very easy, and also fun because we played a lot. Yeah. 45 കോടിയുടെ പദ്ധതിയിലൂടെ ഓരോ വർഷവും 100 ഗവേഷണ വിദ്യാർത്ഥികളെയാണ് അമൃത വിശ്വവിദ്യാപീഠം പിന്തുണയ്ക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ താമസം, ജീവിത ചെലവുകൾ, ഗവേഷണ ഗ്രാന്റുകൾ എന്നിവ പൂർണ്ണമായും ഫെലോഷിപ്പ് വഴി നൽകും. പദ്ധതിയിലൂടെ സമൂഹത്തിലെ അടിത്തട്ടിലെ ജനങ്ങളെ ശാക്തീകരിച്ച് സുസ്ഥിര വികസനം സാധ്യമാക്കുക എന്നതാണ് കാഴ്ചപ്പാട്. ജനം, കൊല്ലം.